ഹലോ ഗേസ്, പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചൊരു ചായ വെച്ച് കുടിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ചായയും വെച്ച് കണ്ണുമൂക്കുള്ള ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. അപ്പോൾ കണ്ണുമൂക്കുള്ള ബിസ്ക്കറ്റ് എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത്. മിൽക്കി ബിഗീസ് എന്നാണ് പേര് ഒറിജിനലായിട്ടും. ചായ വെച്ച് വരുമ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മഴ ആസ്വദിക്കാതെ ഞാനൊരു ബിസ്ക്കറ്റും ഇത് കഴിച്ച് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ചക്കരക്കല്ലുള്ള റോസ് ബഡ് ഫാൻസി എന്നാണ് എനിക്ക് 10 മാലയ്ക്കുള്ള ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 6 ലോട്ടസിൻ്റെ ടൈപ്പിലുള്ളതും ബാക്കിയുള്ളത് ഇഷ്ടമുള്ളത് വെച്ചോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 6 ലോട്ടസിൻ്റെ മാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ മാലയുടെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇതേ വൈഷു ഇടയിൽ കൂടി വരുന്നുണ്ട്. എന്നും ഏത് വീഡിയോസ് എടുക്കുമ്പോഴും ഇവൻ ഇടയിൽ കൂടി വന്ന് തലയൊക്കെ ഇട്ട് നോക്കും. അങ്ങനെ ഇതേ ഈ വീഡിയോസിലും വന്ന് അലമ്പാക്കുന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞു ഞാൻ ഇനി അടുത്ത മാലയൊക്കെ ഞാൻ ഇട്ട് തരാം, അങ്ങനെ നമുക്ക് വീഡിയോസ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് ഇട്ടിരുന്നത്. അവൻ ഇട്ട് തരുമ്പോൾ കുറച്ച് സ്ലോ മോഷനാണ്, ഭയങ്കര അവൻ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കൊളുത്തെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് കൊളുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഫിഷ് കൊളുത്തായതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും കൊളുത്താൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് അവൻ കൊളുത്താൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു മാല റെഡ് ആൻഡ് വൈറ്റ് ലോട്ടസിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയാണ് ഇത്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ടിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതും ഒന്ന് ഇട്ട് കാണിച്ചു തരാമെന്ന് വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ എന്നോട് 6 ലോട്ടസ് ചെയിനും പിന്നെ ബാക്കിയുള്ള 4 ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പാലക്കയുടെ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇത് റെഡ് അല്ല മെറൂൺ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പാലക്കയാണ് ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇത് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, ഇട്ടിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിൽ കുറച്ചുകൂടി പൊളിക്കും. അപ്പം മാലയുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി പാക്കിങ് ചെയ്യണം. ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കുറച്ച് മാലകളാണ് ഇത്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാലകൾ ഉണ്ടാക്കാൻ ഇന്ന് പറ്റി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ മാലകളാണ് ഇത്. അപ്പം വൈഷു ആണെങ്കിൽ കണ്ണൂരേക്ക് കൊടുത്തുവിടാനുള്ള മാലകൾ പാക്കിങ് ചെയ്ത് വെക്കുകയാണ്. ലോട്ടസിനൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാത്തിനെയും എടുത്ത് കവർ ചെയ്ത് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് അയക്കണം. ആ ഒരു ഇതിനാണ് നിൽക്കുന്നത്. ഇന്ന് തന്നെ അയച്ചാലേ അവർക്ക് 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിനും എടുത്ത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും മാലയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം ഈ മാലകൾ വേണ്ടവർ എനിക്ക് മെസ്സേജ് അയക്കണം. പിന്നെ അവനെല്ലാം എടുത്ത് പെറുക്കി വെക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.